ഞങ്ങൾ ആദ്യം ഒരു റിസർച്ച് മോഡലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു R&D മോഡലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഡാറ്റാ ബേസ്ഡ് പ്രിസ്ക്രിപ്ഷൻ, അതായത് ഒരു വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, സൂക്ഷ്മമൂലകങ്ങളുടെ ലഭ്യതക്കുറവ്, അത് മനസ്സിലാക്കുക, ഇൻഡെപ്ത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പെസ്റ്റ് അല്ലെങ്കിൽ ഡിസീസ് എന്തെങ്കിലും ഞങ്ങൾ റിസർച്ച് ചെയ്തു. അതായത് ഓരോ ക്രോപ്പിലും നമ്മൾ റിസർച്ച് ചെയ്തു. ഞങ്ങൾ ആദ്യം നെല്ലിലാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു ക്രോപ്പ് നെല്ലാണ്. എല്ലാവരും കൃഷി ചെയ്യുന്നത് ഫെമിലിയർ ആയിട്ടുള്ളത് നെല്ലാണ്. നെല്ലിൽ നമ്മൾ റിസർച്ച് ചെയ്തു. അപ്പോൾ നെല്ലിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ക്ലസ്റ്ററുകൾ ഐഡന്റിഫൈ ചെയ്തു. കുട്ടനാട്, പാലക്കാട്, തൃശ്ശൂർ ഉള്ള കോൾ നിലങ്ങൾ, ഈവൻ നമ്മൾ വയനാട് ഉള്ള ഏരിയ. അപ്പോൾ ഓരോ ക്ലസ്റ്ററുകളിലും നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന 2 ഡ്രോൺ, അതായത് ഒരു നിരീക്ഷ എന്ന് പറയുന്ന ഡ്രോണ്, നിരീക്ഷ ഫോർ സർവൈലൻസ് പർപ്പസ്, അതായത് കീടങ്ങൾ ഉണ്ടോ, വിളയുടെ നിരീക്ഷണം, ഇതെല്ലാം. നമുക്ക് ഫോണില് അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടോ? അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മൾട്ടി സ്പെക്ട്രൽ കാറ്റഗറിയിലുള്ള സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സ് വെച്ച് നമ്മൾ ഡാറ്റ എടുത്ത് പ്രോസസ് ചെയ്ത് അതൊരു വിഷ്വലൈസ് ചെയ്യും. അതിനകത്തൊരു ഏതൊക്കെ ടൈപ്പ് കീടങ്ങളുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് കുറവ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കി നമുക്കൊരു ഡാറ്റ കിട്ടും. ഇപ്പൊ നമുക്കൊരു 100 ഏക്കർ ആണെങ്കിൽ അതിൽ ഒരു എൻറ്റയർ ഏക്കറേജിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, കുറച്ച് ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഡാറ്റ സ്പ്രേയിങ് ഡ്രോണിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യും. ഓക്കെ, അതിനനുസരിച്ചിട്ട് മാത്രം പ്രിസ്ക്രിപ്ഷൻസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ടോട്ടൽ ഏരിയ സ്പ്രേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എവിടെയാണ് സ്പോട്ട് ചെയ്യുന്നത് ആ ഏരിയയിൽ മാത്രം കൗണ്ടർ ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ ഈ ഡ്രോൺസ് തമ്മിലുള്ള ഒരു ഇന്റർ കണക്റ്റഡ് ആക്ടിവിറ്റി, അതാണ് നമ്മളുടെ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്.